നിയമവിരുദ്ധതയുടെ ഒരു കൂമ്പാരമാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന നരാധമ സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന്റെ ബേസ് എന്താണ്? കരിങ്കൊടി കാണിച്ചതാണെന്ന് പറയുന്നു. കരിങ്കൊടി കാണിച്ചതാണെങ്കിൽ അത് ബെയിലബിൾ സെഷനാണ് ഇട്ടിരിക്കുന്നത്. ബെയിലബിൾ ആണെങ്കിൽ പ്രവർത്തകരെ വിടണ്ടേ? അപ്പോൾ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിവെന്റീവ് അറസ്റ്റ് ആണോ? അതുമല്ല. അപ്പം നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി ജില്ല വിട്ടു പോകുന്നവരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകണം. 50-നടുത്ത് പ്രവർത്തകരാണ് പോലീസ് സ്റ്റേഷനിൽ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സ് പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി റാന്നി നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരും ഉള്ള വാഹനവ്യൂഹം കടന്നു പോകുമ്പോഴാണ് റാന്നി ഉദുമൂട്ടിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൂടി കാണിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി നേരിട്ടൊരു സംഘർഷത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയുണ്ടായി. ഞങ്ങൾ സംഘർഷത്തിന് പോയതല്ലോ. ഞങ്ങൾ ജനാധിപത്യപരമായി ഈ രാജ്യത്തെ ഭരണഘടനയും നിയമങ്ങളും അനുവദിക്കുന്ന രീതിയിൽ പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധങ്ങളെ ഡിവൈഎഫ്ഐക്കാരൻ ആക്രമിക്കാൻ വരികയാണ്. അക്രമം വരെയായിരുന്നു ഇന്നലെ. ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ MG കണ്ണൻ ഈ അക്രമത്തിനിടയിൽ ഒരു ഡിവൈഎഫ്ഐക്കാരൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം ഇന്നലെ വരെ ഗുണ്ടകളെ മാത്രം ഇറക്കിയിട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിരോധം അത്രയും. ഇപ്പൊ പിടിച്ചുപറിക്കാരെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ സംഘർഷ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോ ആ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ഞാനിപ്പോ SHOയുമായി സംസാരിച്ച ലൊക്കേഷൻ എടുത്തപ്പോൾ ഈ പരിപാടി നടക്കുന്ന സമ്മേളന നഗരിക്കകത്താണ് മൊബൈൽ ഫോൺ ഇരിക്കുന്നത്. അതായത് ഈ മോഷ്ടിച്ചുകൊണ്ട് പോയ മൊബൈൽ ഫോണുമായി ജനസദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ കള്ളന്മാർ. ഇവന്മാരെ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും കുറെ ഇതുപോലുള്ള ആളുകളാണ് ബസ്സിൽ വരുന്നത്. അത് പോട്ടെ, അതുകൂടാതെ അടുത്ത തലമുറയിൽപ്പെട്ട പിടിച്ചുപറിക്കാരെയും മോഷ്ടാക്കളെയും ഒക്കെ ട്രെയിൻ ചെയ്യാനും ഗുണ്ടകളെ ട്രെയിൻ ചെയ്യാനുമായിട്ടുള്ളൊരു സംവിധാനമായി ഈ ജനസദസ്സ് മാറിയിരിക്കുക. ഞാൻ പറയുന്നു, നാണമുണ്ടെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയ ആ മൊബൈൽ ഫോണെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നേ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ മോഷണമൊക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഈ ജനസദസ്സ് എന്ന് പറയുന്ന നരാധമ സദസ്സ് മുന്നോട്ട് പോകുന്ന സൈഡ് ഈ വശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ എങ്ങനെ ഇവരെ വിശ്വസിച്ച് ജീവിക്കുന്നത്? അപ്പോൾ മോഷ്ടിക്കാൻ പോലും ഒരു മനസ്സുമായി ഒരു മനോവൈകൃതവുമായിട്ട് കുറേയേറെ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടായാലും നിങ്ങൾ മോഷ്ടിക്കാമെങ്കിൽ മോഷ്ടിക്കൂ, പിടിച്ചുപറിക്കാമെങ്കിൽ പിടിച്ചുപറിക്കൂ, ഗുണ്ടായിസം നടത്താമെങ്കിൽ അത് നടത്തൂ, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണോ അതെല്ലാം നടത്തിക്കോ. പക്ഷെ എന്നാലും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, ഇത് മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങിയതാണ്. തിരുവനന്തപുരത്തെ അവസാന അസംബ്ലിയും മുഖ്യമന്ത്രി പൂർത്തീകരിക്കുന്ന ദിവസം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടിതമായ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകും. ഈ സമരങ്ങളെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ നേരിടാം. ഒന്നിട്ടു ഈ ജീവൻ രക്ഷാസേനയിലെ എസ്കോർട്ടിൽ ഉദ്യോഗസ്ഥന്മാരുടെ അത്യാവശ്വാസമൊക്കെ ഒന്ന് ഭേദമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് അവന്മാരുടെ അഭ്യാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ അഭ്യാസം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവർ ജീവൻ രക്ഷാസേന പ്രവർത്തിക്കുന്നത്, അതിന് ആ തരത്തിൽ തന്നെ ജനകീയ പ്രതിരോധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. ഈ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാനായിട്ടില്ല. ഇന്നലെ തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജില്ലയാണെന്നും പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് മറ്റാവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എവിടെ പോയി കഴിഞ്ഞാലും ഇന്ന് പത്തനംതിട്ട ടൗണിൽ, നിങ്ങൾ പത്തനംതിട്ടയിലെ റിപ്പോർട്ടറാണല്ലോ, എത്ര വർഷമായി യൂത്ത് കോൺഗ്രസ് ഉത്തരവാദിത്തത്തോടു കൂടി നടത്തുന്ന ശബരിമല ഹെൽപ്പ് ഡെസ്ക്, അതുപോലെ തന്നെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഈ ഗവൺമെന്റ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യത്തിനുള്ള ലഘുഭക്ഷണങ്ങൾ, അവർക്കുള്ള സഞ്ചാര സൗകര്യങ്ങൾ, അവർക്കുള്ള ദാഹശമന സംവിധാനങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പത്തനംതിട്ടയിലെ ഹെൽപ്പ് ഡെസ്കിൽ അതിനകത്ത് ഞങ്ങൾ പ്രതിഷേധമല്ലോ നടത്തിയത്. ഇന്ന് തുടങ്ങിയതല്ലോ, ഇന്നലെ തുടങ്ങിയതല്ലോ. എത്ര വർഷം ഈ സീസണിൽ ശബരിമല ഭക്തന്മാരോടുള്ള വിവേചനത്തിനെതിരായിട്ട് ഞങ്ങൾ 4-5 സ്റ്റോളുകൾ ഇട്ടു. അപ്പോൾ ആ സ്റ്റോളിലിരുന്ന ഹെൽപ്പ് ഡെസ്കിലിരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരെ പോലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടേക്ക് വന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അയ്യപ്പ ഭക്തന്മാർ ചെതറി ഓടുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. അപ്പോൾ അയ്യപ്പ ഭക്തന്മാരോടക്കമുള്ള ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിമാരുടെ ആഡംബര പട ഇവിടെ വരുന്നെന്നും പറഞ്ഞിട്ട് ഈ ശബരിമല മണ്ഡലകാല സമയത്ത് അയ്യപ്പ ഭക്തന്മാർ പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നിഷ്കർഷിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം അസുരക്ഷിതാവസ്ഥയാണ്, എത്രമാത്രം അരക്ഷിതാവസ്ഥയാണ് മുഖ്യമന്ത്രി അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശബരിമല ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഭയമാണ്. ഇങ്ങനെ പേടിക്കരുത്. 12,000 പോലീസുകാരായിട്ട് നടക്കല്ലേ? 2,000 പോലീസുകാരായിട്ട് നടക്കുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഈ മുഖ്യമന്ത്രി എവിടെ ചെന്ന് നിൽക്കും? ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 4 മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് പുരോഗമിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പരിപാടി, ജില്ലയിലെ അവസാനത്തെ പരിപാടി അടൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ആ പരിപാടി തീരുന്നിടം വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ വെക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 150ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആയിരുന്നു തൃശൂർ ജില്ലയിൽ പ്രിവെന്റീവ് അറസ്റ്റിൽ വെച്ചിരുന്നത്. എന്നിട്ട് തൃശൂർ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയെ ഞങ്ങൾ കരിങ്കുടികളുമായിട്ടല്ലേ വരവേറ്റത്. അതുകൊണ്ട് പ്രവർത്തകരെയൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചു. പ്രവർത്തകരെ കഴിയാവുന്നത്ര പ്രവർത്തകരെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷന് കപ്പാസിറ്റി ഉള്ളിടത്തോളം അതല്ല ഇനി എന്തെങ്കിലും താൽക്കാലിക പോലീസ് സ്റ്റേഷൻ വെക്കണോ, അവിടെ വെച്ചിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നോക്കുക.
അങ്ങനെ ആളുകളെല്ലാം പ്രിവെന്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സമരം തീരുമോ ഇല്ലയോ നോക്കാം. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചോദ്യം കൂടി. യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് നവകേരള പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ബസിന്റെ മുന്നിലേക്ക് കരിങ്കൊടിയുമായി പ്രവർത്തകർ എത്തുന്നു. അത് ഈ മുഖ്യമന്ത്രി SFIയിലെ കുണുവാവകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗവർണർ വെല്ലുവിളിച്ചു, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വന്ന് കരിങ്കൊടി കാണിക്കാൻ. അവിടെ ആ ഏരിയയിൽ പോലും പോകാതെ കിലോമീറ്ററുകൾ മാറി എന്തോ ഒരു ഷോയൊക്കെ നടത്തുന്ന ചില കുണുവാവകളെ മാത്രമേ മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളൂ. ഇത് ആ പാർട്ടിയല്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമെന്ന് പറയുമ്പം മുഖ്യമന്ത്രി റാന്നിയിലെത്തുമ്പോൾ ആറന്മുളയല്ലോ കരിങ്കൊടി കാണിക്കേണ്ടത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തെയാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തെയാണ് കരിങ്കൊടി കാണിക്കുന്നത്. അപ്പോൾ തല്ലി ഒതുക്കാൻ നോക്കാവുന്നിടത്തോളം നോക്കിക്കോ. അങ്ങനെയൊന്നും തല്ലുകൊണ്ടാൽ ഞങ്ങൾ ഒതുങ്ങാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴിയരികിൽ നിന്ന് ആരെങ്കിലും അല്ല, മുഖ്യമന്ത്രിയെ തന്നെ കരിങ്കൊടി കാണിക്കും. അതിനകത്തൊരു തർക്കമില്ല.